അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, ഈ ബ്രിക്സ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് വരുന്നതെന്നുള്ളത്. അങ്ങനെയല്ല കേട്ടോ. കാരണം ബ്രിക്സിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടാവും LEC എന്ന് എഴുതിയിട്ടുണ്ടാവും, അതേപോലെ HEC എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇട്ടിട്ട് നമ്മൾ ചെടി നടുകയെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ഇതേപോലെ സംഭവിക്കുക. കാരണം ചെടിയിൽ മഞ്ഞളിപ്പ് വരെ ഇലകളിൽ, അതേപോലെ തന്നെ ആ ചെടി കരിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. കാരണം അതിൽ ആ കണ്ടന്റ് കൂടുതലാണ്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കൃഷിയിൽ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ നമ്മൾക്ക് വളരെയധികം ഉപകാരി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചകിരിച്ചോറ്. അപ്പോൾ ഈ ചകിരിച്ചോറ് നമ്മൾ ഉപകാരി എന്ന് വിചാരിച്ച് ഉപയോഗിച്ചിട്ട് അത് നമുക്ക് ദോഷമാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ചകിരിച്ചോറ് നമ്മൾ കൃഷിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ അതിലിടാറുണ്ട്. കാരണം നമ്മളെ മണ്ണിൽ എയർ സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടും, അതേപോലെ വെള്ളം പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവിനും വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരിച്ചോറ് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ അതിൽ മിക്സ് ആക്കി കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ പലരും അത് ട്രീറ്റ് ചെയ്യാത്ത ചകിരിച്ചോറാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ ട്രീറ്റ് ചെയ്യാത്ത ചകിരിച്ചോറ് എന്ന് പറയുമ്പോൾ അതിൽ ലെഗ്നിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാകും, ചെടി നട്ട് കഴിഞ്ഞാൽ ചെടീൻ്റെ ഇലകളും മഞ്ഞളിച്ച് വന്നിട്ട് ചെടി ഉണങ്ങിപ്പോകുന്നത്, അതായത് ചെടി വളർച്ചയിലേക്ക് വരാതെ ഉണങ്ങിപ്പോകുന്നത്. അത് ഇതുപോലത്തെ കാരണത്താലും കൂടിയാണ് കേട്ടോ അത് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം ഈ ലെഗ്നിൻ 4.5 ഉണ്ടാവും ചകിരിച്ചോറ്. ഇപ്പം നമ്മൾ അധികം ആൾക്കാർ ബ്രിക്സ് ആണ് വാങ്ങുന്നത്, അതായത് ചകിരിച്ചോറിൻ്റെ ബ്രിക്സ് ആണ് വാങ്ങുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, ഈ ബ്രിക്സ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് വരുന്നതെന്നുള്ളത്. അങ്ങനെയല്ല കേട്ടോ. കാരണം ബ്രിക്സിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടാവും LEC എന്ന് എഴുതിയിട്ടുണ്ടാവും, അതേപോലെ HEC എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് LEC എന്ന് എഴുതിയത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് വരുന്ന ചകിരിച്ചോറാണ്. പക്ഷെ അതിന് നല്ല രീതിയിൽ വില വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണക്കാരധികം അത് വാങ്ങാറില്ല. കാരണം നമ്മളിവിടുത്തെ വളക്കടയിലൊക്കെ അത് കിട്ടാനും ചാൻസ് കുറവായിരിക്കും. അതേ സ്ഥാനത്ത് നമ്മളൊക്കെ വാങ്ങുന്നതിൽ അധികം എഴുതിയിട്ടുണ്ടാവുക HEC എന്നാണ്. അത് വെച്ചാൽ ട്രീറ്റ് ചെയ്യാതെ വരുന്ന ചകിരിച്ചോറാണ്. അപ്പോൾ അതിൽ ലെഗ്നിന് 4.5 അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ബോട്ടം മിക്സിൽ ഡയറക്റ്റ് ഇട്ടിട്ട് നമ്മൾ ചെടി നടുകയെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ഇതേപോലെ സംഭവിക്കുക. കാരണം ചെടിയിൽ മഞ്ഞളിപ്പ് വരെ ഇലകളിൽ, അതേപോലെ തന്നെ ആ ചെടി കരിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. കാരണം അതിൽ ആ കണ്ടന്റ് കൂടുതലാണ്. ഇനിയിപ്പോൾ നമ്മൾ സാധാ ചകിരിച്ചോറ് നമ്മളിവിടെ പുറമെന്ന് വാങ്ങും. കാരണം കയർ ഫാക്ടറിയിൽ നിന്നൊക്കെ, പിന്നെ ഇവിടെയൊക്കെ ഒരു കയർ ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ചകിരിച്ചോറ് വാങ്ങിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ഇട്ട് കൊടുക്കും. പലരും ചെയ്യുന്ന എനിക്കറിയാം. കാരണം പലരും എനിക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ അവരെങ്ങനെയാണ്, കാരണം ചകിരിച്ചോറ് മേലെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചകിരിച്ചോറ് പോട്ടി മിക്സ് അച്ചയിലേക്ക് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ കണ്ടന്റ്, ഈ കെമിക്കൽ കൂടുതലാണ് ഈ മണ്ണിൽ വരുന്നത്. അപ്പോൾ വേരുകൾക്ക് അത് കരിച്ചിൽ വരും. അപ്പോൾ ചെടി അതിലൂടെ അത് മഞ്ഞളിപ്പ് കാണിക്കും. പിന്നെ ചെടിയും കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ചകിരിച്ചോറ് നമ്മൾ വളമായിട്ടല്ല കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കാരണം പലരും പിന്നീട് നമ്മൾ ചെടി നട്ട് പിന്നീട് വളം ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഈ ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാറൊക്കെ കാണാറുണ്ട്. അതൊക്കെ ഇതേപോലെ ട്രീറ്റ് ചെയ്യാതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചകിരിച്ചോറ് നമ്മൾ വളമായിട്ടല്ല പ്രധാന ഉദ്ദേശത്തിൽ ഇട്ട് കൊടുക്കുന്നത്. കാരണം മണ്ണിൽ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ വരും. അപ്പോഴാണ് വേരുകൾക്ക് നല്ല രീതിയിൽ വളരാൻ വേണ്ടി പറ്റും. അതേപോലെ മണ്ണിൽ വെള്ളം പിടിച്ചു നിൽക്കാനുള്ള കഴിവും വേണം. അപ്പോൾ ഇത് രണ്ടിനും വേണ്ടിയിട്ട് വെച്ചാൽ മണ്ണ് ഉറച്ച് നിൽക്കാതെ ചളി പോലെ, നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചളി പോലെ ആവും, വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ പാറ പോലെ ഉറച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകിരിച്ചോറ് മണ്ണിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് ഉമി ആഡ് ചെയ്ത് കൊടുക്കും. ഉമി കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഉമി ഒട്ടുമിക്ക എല്ലാ വളക്കടയിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോടുള്ള വളക്കടയിലൊക്കെ ഉമി പാക്കറ്റായിട്ട് കിട്ടുന്നുണ്ട്. ലേശം വില കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതേപോലെ ഇനി ഇതിന് പകരമായിട്ട് നമുക്ക് പെർലൈറ്റ് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ. ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ചകിരിച്ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുക വെച്ചാൽ കമ്പോസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കമ്പോസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടാണ്. നമുക്ക് കൂൺവിത്ത് വാങ്ങാൻ വേണ്ടി കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഒട്ടുമിക്ക ചില വളക്കടയിലൊക്കെ കൂൺവിത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോടുള്ള കിസാൻ എക്സൽ എന്ന് പറഞ്ഞ വളക്കടയിൽ കൂൺവിത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം 100 രൂപ കൊടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്താൽ ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് അവിടേക്ക് വരിക. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് വാങ്ങേണ്ട ഒരു രീതിയാണ് കേട്ടോ അത്. അപ്പോൾ ഇനി കൂൺവിത്ത് കിട്ടാത്തൊരു ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കാൻ പറ്റുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ കമ്പോസ്റ്റ് ആക്കിയ വളം നമുക്ക് വളക്കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ. വെച്ചാൽ കമ്പോസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ അതിലൂടെ ചെറിയ തോതിൽ നമുക്ക് NPK കണ്ടന്റും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള വളം വാങ്ങുമ്പോൾ ചിലർ 10 രൂപയ്ക്ക് വെക്കുന്നുണ്ട്, ചിലർ 20 രൂപയ്ക്ക് വെക്കുന്നുണ്ട്.
അപ്പോൾ രണ്ട് വിലക്കും നമുക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള വളം കിട്ടുന്നുണ്ട് കേട്ടോ ചകിരിച്ചോറ്. അതേപോലെ ഇത് പാക്കറ്റിലാക്കിയിട്ടാണ് ചിലർ കിട്ടുകയെന്നുണ്ടെങ്കിൽ വലിയ വിലക്കൊക്കെയാണ് 1 കിലോൻ്റെ പാക്കറ്റൊക്കെ ആക്കിയിട്ട്. അപ്പോൾ അങ്ങനെ കഴിയുന്നത് വാങ്ങാതിരിക്കുക. ലൂസായിട്ട് കിട്ടുന്ന സ്ഥലമുണ്ട്, അവിടുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ബ്രിക്സ് വാങ്ങണം HEC എന്ന് എഴുതിയിട്ടുള്ള ബ്രിക്കാണ് നമ്മൾ വാങ്ങുന്നത്, ട്രീറ്റ് ചെയ്യാത്ത ബ്രിക്കാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഞാൻ ഇതിന് മുന്നേ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നോർമലി ട്രീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 കിലോൻ്റെ ബ്രിക്സ് നമ്മൾ ഒരു വെള്ളത്തിൽ കുതിർക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ 200 ലിറ്റർ വെള്ളം കൊണ്ടുവന്ന ഒരു ഡ്രമ്മ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 100 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കാണ് ഈ ബ്രിക്സ് ഇട്ട് കൊടുക്കേണ്ടത്, 5 കിലോൻ്റെ ബ്രിക്സ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കൊരു 2 ആഴ്ച 3 ആഴ്ച വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് വീണ്ടും എടുത്ത് 2-3 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇനി അതല്ല അത്രയ്ക്ക് നമുക്ക് സമയമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് അത് ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ 5 കിലോൻ്റെ ബ്രിക്സ് 100 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെക്കുക. 200 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഡ്രമ്മിൽ വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടി. കാരണം ഇത് വെള്ളത്തിൽ കുതിരുമ്പോൾ നല്ല രീതിയിൽ സ്പേസ് വേണം ഇതിന്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിൽ കുമ്മായം കൂടി ഇട്ട് കൊടുക്കുക. കുമ്മായം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചനെ കൊണ്ട് തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത്രക്കും സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം അത് വീണ്ടും 2-3 പ്രാവശ്യമായിട്ട് ഇളക്കി എടുത്താൽ മതി. ഇളക്കി മീൻസ് കഴുകിയിട്ട് എടുത്താൽ മതി. അപ്പോൾ കുമ്മായം എത്ര ആണ് ഇടേണ്ടതെന്നുള്ള പലരും ചോദിക്കും. അത് 5 കിലോൻ്റെ ബ്രിക്സ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് 1/2 കിലോ കുമ്മായം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അയച്ചാൽ 5 കിലോ ബ്രിക്സ് 100 ലിറ്റർ വെള്ളം 1/2 കിലോ കുമ്മായം ഇട്ടിട്ട് അതിൽ പുതർത്തിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് 2-3 വെള്ളത്തിൽ നമ്മളത് വാഷ് ചെയ്തെടുത്ത് പിന്നെ ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയതിന് ശേഷം നമുക്ക് പോട്ട് മിക്സിലിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ കെയർ ഫാക്ടറിയിൽ നിന്നൊക്കെ വാങ്ങിയ ലൂസായിട്ടുള്ള ചകിരിച്ചോറാണെന്നുണ്ടെങ്കിൽ ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഒന്ന് നമുക്ക് വെള്ളത്തിൽ തന്നെ കുതിർത്തിട്ട് 2-3 ആഴ്ച വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇനി പെട്ടെന്ന് കിട്ടണമെന്നുണ്ട് കുമ്മായിട്ടിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ LEC എന്ന് എഴുതിയിട്ടുള്ള ബ്രിക്കാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി ട്രീറ്റ് ചെയ്തിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ നല്ലത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് വരും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ചകിരിച്ചോറ് നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് നമ്മളെ ഗിവ് അവേൻ്റെ ഇന്നാണ് ലാസ്റ്റ് എൻഡ് ഡേറ്റ്. അപ്പോൾ ഇന്ന് വരെ ഉള്ളത് നോക്കിയിട്ടാണ് 31-ാം തീയതി അതിൻ്റെ റിസൾട്ട് പറയട്ടോ. അപ്പോൾ ഇതുവരെ ഗിവ് അവേ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കാണാം. അപ്പോൾ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. കാരണം 10,000 റുപ്യേൻ്റെ പ്ലാൻസ് ആണ് നിങ്ങൾക്ക് 2 ആൾക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. അയച്ചാൽ ഒരാൾക്ക് 5,000 റുപ്യേൻ്റെ പ്ലാൻസ്, ഒരാൾക്ക് 5,000 റുപ്യേൻ്റെ പ്ലാൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ പർച്ചേസ് ചെയ്യാം. ഞാൻ പേയ്മെൻറ്റ് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ ഗിവ് അവേ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി കണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്